ഏകദേശം 6 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. പാലക്കാട് ജില്ലയിലെ ഒരു ചെറിയ ടൗണിനടുത്തായിരുന്നു ബിജു താമസിച്ചിരുന്നത്. അവിടെ ഓട്ടോ ഡ്രൈവറായിരുന്നു. ഭാര്യയും 4 വയസ്സുള്ള മകളും ചേർന്നതായിരുന്നു അവരുടെ കുടുംബം. പട്ടണത്തിൽ നിന്ന് കുറച്ച് മാറി ഒരു വാടക വീട്ടിലായിരുന്നു താമസം. അന്ന് ഭാര്യ 9 മാസം ഗർഭിണിയായിരുന്നു. ഡോക്ടർ പറഞ്ഞ ഡെലിവറി ഡേറ്റ് അടുത്തെത്തിയത് കൊണ്ട് വീട്ടിലെല്ലാവർക്കും ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എപ്പോൾ വേണമെങ്കിലും ആശുപത്രിയിലേക്ക് പോകേണ്ടി വരാമെന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ആ ദിവസങ്ങളിൽ ബിജു അധികം ദൂരത്തേക്ക് ഓട്ടം പോകാറില്ല. ഫോണിൽ ഭാര്യയുടെ കോൾ വന്നാൽ ഉടനെ വീട്ടിലെത്താൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമാണ് ഓട്ടം എടുത്തിരുന്നത്. അങ്ങനെ ഒരു ദിവസം രാത്രി ഏകദേശം 9 മണിയോടെയാണ് ബിജു വീട്ടിലെത്തിയത്. വീട്ടിൽ കയറി കൈയും മുഖവും കഴുകിയിരിക്കുമ്പോഴാണ് ഭാര്യ മെല്ലെ അടുത്തേക്ക് വന്ന് പറഞ്ഞത്. രാവിലെ മുതലേ ചെറിയ വേദന ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നല്ല പോലെ കൂടുന്നുണ്ട്. അത് കേട്ടപ്പോൾ ബിജു ആദ്യം അത്ര പേടിച്ചില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇടയ്ക്കിടെ ചെറിയ വേദന വരാറുണ്ടായിരുന്നു. പക്ഷേ അന്നതങ്ങനെ ആയിരുന്നില്ല. സമയം കഴിയുന്തോറും വേദന കൂടിക്കൊണ്ടിരുന്നു. ഭാര്യയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഇനി കാത്തു നിൽക്കാൻ പറ്റില്ലെന്ന് ബിജുവിന് മനസ്സിലായി. അധികം സമയം കളയാതെ ആശുപത്രിയിലേക്ക് പോകാൻ തീരുമാനിച്ചു. പക്ഷേ മറ്റൊരു പ്രശ്നമുണ്ടായിരുന്നു. 4 വയസ്സുള്ള മകളെ ആ സമയത്ത് ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റില്ല. ഭാഗ്യത്തിന് തൊട്ടപ്പുറത്ത് വീട്ടുകാരുമായി നല്ല അടുപ്പമായിരുന്നു. ബിജു മോളെയും കൂട്ടി അവിടേക്ക് ചെന്നു. ചേച്ചി, ആശുപത്രിയിലേക്കൊന്ന് പോകേണ്ടി വരും. ഇവളെ കുറച്ചു നേരം ഇവിടെ നിർത്താമോ? അതിനെന്താ, നിങ്ങൾ പോയിട്ട് വാ, ഇവൾ ഇവിടെ നിന്നോളും. അവർ അത്രയും സ്വാഭാവികമായി പറഞ്ഞപ്പോൾ ബിജുവിനും കുറച്ച് ആശ്വാസമായി. മോളെ അവിടെ ഏൽപ്പിച്ചിട്ട് ഭാര്യയും കൂട്ടി നേരെ ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. ഏകദേശം 20 മിനിറ്റിനുള്ളിൽ ആശുപത്രിയിലെത്തി. ഡോക്ടർമാർ ഭാര്യയെ പരിശോധിച്ച ശേഷം ലേബർ റൂമിലേക്ക് മാറ്റി. ബിജു പുറത്തിരുന്ന് കാത്തിരിക്കുകയായിരുന്നു. മനസ്സ് മുഴുവൻ ടെൻഷനായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സിസ്റ്റർ പുറത്തു വന്നു. ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഡെലിവറി ഇന്നുണ്ടാകാൻ സാധ്യത കുറവാണ്. നാളെ രാവിലെയോ ഉച്ചയോടെ ആയിരിക്കും. കുഞ്ഞിന് വേണ്ട ഡ്രസ്സും ഭാര്യയ്ക്ക് വേണ്ട ഡ്രസ്സും ആശുപത്രി ഫയലും ബാക്കിയുള്ള സാധനങ്ങളുമൊക്കെ വീട്ടിൽ നിന്ന് എടുത്തു വന്നോളും. അത് കേട്ടപ്പോൾ ബിജുവിന് കുറച്ചൊന്ന് സമാധാനമായി. ഭാര്യയെ ഒന്ന് കണ്ടിട്ട് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി. ഇപ്പോൾ വീട്ടിൽ പോയി സാധനങ്ങൾ എടുക്കണം, അയൽ വീട്ടിൽ നിർത്തിയ മോളെയും കൂട്ടണം, എന്നിട്ട് എത്രയും വേഗം വീണ്ടും ആശുപത്രിയിലെത്തണം. ആ ചിന്തയോടെ ബിജു ഓട്ടോ സ്റ്റാർട്ട് ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു. ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ സമയം ഏകദേശം രാത്രി 2 മണിയായിരുന്നു. ആ സമയമായതുകൊണ്ട് റോഡിൽ വാഹനങ്ങൾ തീരെ കുറവായിരുന്നു. പകൽ സമയത്ത് നല്ല തിരക്കുള്ള റോഡാണെങ്കിലും ആ സമയത്ത് ഇടയ്ക്കൊക്കെ ഓരോ ലോറിയോ കാറോ കടന്നു പോകും. അതല്ലാതെ റോഡ് മിക്കവാറും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ബിജു പതിയെ ഓട്ടോ ഓടിച്ചു കൊണ്ടിരുന്നു. മനസ്സ് മുഴുവൻ ആശുപത്രിയിലായിരുന്നു. വീട്ടിലെത്തി സാധനങ്ങളൊക്കെ എടുത്ത് എത്രയും വേഗം തിരികെ എത്തണം. ഭാര്യയ്ക്കിപ്പോൾ എങ്ങനെയുണ്ടാകുമോ? ഡെലിവറി നേരത്തെ ആയി പോകുമോ? അങ്ങനെ ഓരോന്ന് ആലോചിച്ചു കൊണ്ട് പോകുന്നതിനിടെയാണ് കുറച്ച് ദൂരെയായി റോഡിൻ്റെ നടുവിൽ എന്തോ കറുത്ത നിറത്തിലൊരു രൂപം കിടക്കുന്നത് പോലെ ശ്രദ്ധയിൽപ്പെട്ടത്. ആദ്യം ബിജു അത് കാര്യമായി എടുത്തില്ല. ഒരു ചാക്കോ അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞ എന്തെങ്കിലോ ആയിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഓട്ടോ അടുത്തെത്തും തോറും അതൊരു മനുഷ്യരൂപമാണെന്ന് മനസ്സിലായി. ഇനിയും കുറച്ച് അടുത്തെത്തിയപ്പോഴാണ് കറുത്ത പർദ്ദ ധരിച്ച ഒരു വയസ്സായ സ്ത്രീ റോഡിൻ്റെ നടുവിൽ കിടക്കുന്നതാണെന്ന് വ്യക്തമായത്. ബിജു ഉടനെ ഓട്ടോ റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. ഒരു നിമിഷം അവിടെ തന്നെ ഇരുന്നു. ഇത്ര രാത്രി ഈ സമയത്ത് നടു റോഡിൽ ഒരു വയസ്സായ സ്ത്രീ, ഇവർക്ക് എന്തെങ്കിലും അപകടം പറ്റിയതാണോ? ആ ചിന്ത മനസ്സിൽ വന്നതോടെ ബിജു ഓട്ടോയിൽ നിന്നിറങ്ങി പതിയെ അവരുടെ അടുത്തേക്ക് നടന്നു. അടുത്തെത്തിയപ്പോൾ ആ സ്ത്രീക്ക് നല്ല പ്രായമുണ്ടെന്ന് മനസ്സിലായി. മുഖം മുഴുവൻ ചുളിവുകൾ വന്നിരിക്കുന്നു. കണ്ണുകൾ അടഞ്ഞ നിലയിൽ. ശരീരത്തിൽ ഒരനക്കവും കാണുന്നില്ല. ബിജു കുറച്ച് മാറി നിന്ന് മെല്ലെ വിളിച്ചു, ഉമ്മ. ഒരനക്കവുമില്ല. വീണ്ടും കുറച്ചുകൂടി ഉച്ചത്തിൽ വിളിച്ചു, ഉമ്മ, കേൾക്കുന്നുണ്ടോ? അപ്പോഴും യാതൊരു പ്രതികരണവും ഉണ്ടായില്ല. ഒരു നിമിഷം അവരുടെ തോളിൽ തട്ടി വിളിക്കണമെന്ന് ബിജുവിന് തോന്നി. പക്ഷേ എന്തോ ഒരു മടി. എന്തുകൊണ്ടാണെന്നറിയില്ല. ആ സമയത്ത് മനസ്സിനുള്ളിൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അസ്വസ്ഥത തോന്നി. അവസാനം ഒന്നുകൂടി അവരെ നോക്കിയിട്ട് ബിജു പതിയെ തിരിഞ്ഞു. ഓട്ടോയിൽ കയറി സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ടെടുത്തു. ഓട്ടോ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ബിജുവിൻ്റെ മനസ്സ് ശാന്തമായിരുന്നില്ല. സ്റ്റിയറിങ്ങിൽ കൈയുണ്ടെങ്കിലും ചിന്ത മുഴുവൻ പിന്നിൽ വിട്ടുവന്ന ആ വയസ്സായ സ്ത്രീയെക്കുറിച്ചായിരുന്നു.
ശരിക്കും അവർക്ക് എന്തെങ്കിലും പറ്റിയിട്ടാണെങ്കിലോ? ഞാൻ ഒന്നുകൂടി നോക്കിയിരുന്നെങ്കിൽ. ആ ചിന്ത മനസ്സിൽ നിന്ന് പോകുന്നില്ല. അവസാനം ബിജു ഓട്ടോ പതിയെ റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. എന്തായാലും ഒരിക്കൽ കൂടി പോയി നോക്കാമെന്ന് തീരുമാനിച്ചു. ഓട്ടോ ഓഫ് ചെയ്ത് പുറത്തിറങ്ങി റോഡിലേക്ക് ഒന്ന് നോക്കി. ചുറ്റും ആരുമില്ല. റോഡിൻ്റെ ഇരുവശത്തും കത്തിക്കിടന്നിരുന്ന സ്ട്രീറ്റ് ലൈറ്റുകളുടെ വെളിച്ചം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബിജു പതിയെ ആ സ്ത്രീ കിടന്ന ഭാഗത്തേക്ക് നടക്കാൻ തുടങ്ങി. അടുത്തെത്തും തോറും നെഞ്ചിടിപ്പ് കൂടി വന്നു. കുറച്ച് മുമ്പ് വരെ റോഡിൽ കിടന്നിരുന്ന സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. ഒരു നിമിഷം ബിജു ചുറ്റും നോക്കി. എവിടെ പോയി എന്ന ചിന്ത മനസ്സിലൂടെ കടന്നുപോയി. അപ്പോഴാണ് റോഡിൻ്റെ നടുവിൽ നിന്ന് കുറച്ച് മാറി അതേ കറുത്ത പർദ്ദ ധരിച്ച ആ സ്ത്രീ നിൽക്കുന്നത് ബിജു കണ്ടത്. അദ്ദേഹം അനങ്ങാതെ നിന്നു. ആ സ്ത്രീയും അനങ്ങിയില്ല. അവർ നേരെ ബിജുവിനെ തന്നെ നോക്കി നിൽക്കുന്നത് പോലെയായിരുന്നു. ആ നിമിഷം ബിജുവിൻ്റെ തൊണ്ട വരണ്ടുപോയി. വിളിക്കാൻ പോലും ശബ്ദം പുറത്തു വരുന്നില്ല. കൈകാലുകൾ പതിയെ വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്ന് ആ സ്ത്രീയുടെ ശരീരത്തിന് ചുറ്റും മങ്ങിയ കറുത്ത പുക പോലെ എന്തോ പരക്കാൻ തുടങ്ങി. ആദ്യം ബിജുവിന് കണ്ണിൻ്റെ തോന്നലാണെന്നാണ് തോന്നിയത്. പക്ഷേ സെക്കൻഡുകൾക്കുള്ളിൽ ആ രൂപം പതിയെ മങ്ങാൻ തുടങ്ങി. ആരോ ഒരു ചിത്രം മെല്ലെ മായ്ച്ചു കളയുന്നത് പോലെ. ആദ്യം കാലുകൾ, പിന്നെ ശരീരം, അവസാനം മുഖം. അങ്ങനെ മുഴുവൻ രൂപവും കറുത്ത പുക പോലെ കാറ്റിൽ അലിഞ്ഞില്ലാതായി. ആ കാഴ്ച ബിജുവിൻ്റെ കണ്ണുകൾക്ക് മുന്നിൽ വെച്ചാണ് സംഭവിച്ചത്. ആ നിമിഷം ശരീരം മുഴുവൻ തണുത്തു മരവിച്ചു പോയി. കൈകാലുകൾക്ക് ബലം ഇല്ലാത്തതുപോലെ തോന്നി. ഒരു നിമിഷം പോലും അവിടെ നിൽക്കാൻ ധൈര്യമുണ്ടായില്ല. ഓടി ഓട്ടോയിൽ കയറി. ഓട്ടോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും കൈകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയോ ഒരുവിധം വീട്ടിലെത്തി. ഡോക്ടർ പറഞ്ഞ സാധനങ്ങളൊക്കെ വേഗം ഒരു ബാഗിലാക്കി. അയൽവീട്ടിൽ നിന്ന് മോളെയും കൂട്ടി. പിന്നെ ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ നേരെ ആശുപത്രിയിലേക്ക് തിരിച്ചു. ഭാര്യയുടെ വീട്ടുകാർ അപ്പോഴേക്കും ആശുപത്രിയിൽ എത്തിയിരുന്നു. അവർക്ക് സാധനങ്ങളൊക്കെ ഏൽപ്പിച്ച ശേഷം ബിജു അവിടെ തന്നെയായിരുന്നു. പക്ഷേ മനസ്സ് മാത്രം ശാന്തമായിരുന്നില്ല. രാത്രിയിൽ കണ്ട ആ കാഴ്ച തന്നെ വീണ്ടും വീണ്ടും ഓർമ്മ വരികയായിരുന്നു. കണ്ണടച്ചാൽ പോലും ആ സ്ത്രീയുടെ രൂപം മനസ്സിലേക്ക് വരും. അതോർക്കുമ്പോഴൊക്കെ ഉള്ളിൽ ഒരു ഭയം തോന്നും. ആ സംഭവം കഴിഞ്ഞ് ഇപ്പോൾ ഏകദേശം 6 വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇന്നും എനിക്ക് അതേ പേടിയാണ്. ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള ഹൊറർ സ്റ്റോറീസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.